ഓക്കെ, നമുക്ക് ആ വിശേഷം തൊട്ട് തുടങ്ങാം. അതായിരിക്കും നല്ലത്. തുടങ്ങിക്കോളൂ. ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ആ വീഡിയോ കണ്ടോ, പക്ഷെ ഭയങ്കര രസമായിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് ആരുടെ ഐഡിയ ആണ്? ഐഡിയ മൊത്തം ഇവളുടെ തന്നെയാണ്. ഇവള് സിനിമ കണ്ടിട്ട് ആ സിനിമയിലെ സീൻ അതുപോലെ സേവ് ചെയ്ത് വെച്ചതാ. അപ്പം അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരാളെ ആക്കി നല്ല അടിപൊളിയായിട്ട് നല്ല ഔട്ട്ഡോർ പോലെയൊക്കെ ഷൂട്ട് ചെയ്ത് സെറ്റാക്കാന്നുള്ള വിചാരിച്ചാണ്. ലാസ്റ്റ് അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ചെയ്യേണ്ടി വന്നു അല്ലേ. പക്ഷെ അത് കുറച്ച് വെറൈറ്റി ആയിരുന്നു, പുറത്തുനിന്നെടുക്കുന്നതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് ആൾക്കാർ ഏറ്റെടുത്തത്. 14 കമന്റ് എല്ലാം വന്നിട്ടുണ്ട്. എല്ലാരും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് കൊള്ളായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു അതില്. പണ്ട് മുതൽ അഭിനയത്തിന്റെ കാര്യത്തിൽ ശരിക്കില്ലേ, ഇപ്പൊ ഇവരൊരു അച്ഛനും അമ്മയും ആവാൻ വേണ്ടി റെഡി ആവുന്ന ആളുകളാണ്. ആ 2 മക്കളുടെ പാരന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ഉപദേശമാണ് ഇവർക്ക് കൊടുക്കാറുള്ളത്? അവര് കുറച്ച് പക്വതയോടുകൂടി ഞാനത് റീൽ ചെയ്യാനതൊന്ന് കാണിച്ചിട്ടുണ്ട്. കാരണം അൻവീന്റെ പേരുള്ള കളി കുറച്ച് ഞാനൊരു അച്ഛനാവാൻ പോകുന്നുള്ളൊരു അല്ല, ഈ അൻവിന്റെ കൂടെ ഇവൻ നിന്നതിനെക്കാളും കൂടുതൽ ഞാനാ നിന്നിട്ടുള്ളത്. എച്ചുവിന്റെ കൂടെ ഞാനാ നിന്നിട്ടുള്ളത്. അപ്പൊ എനക്കറിയാം കുട്ടികളുടെ കൂടെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ആക്കി നിന്നെക്കാളും കൂടുതൽ. സോ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് ഗസ്റ്റ് ആള് ഭയങ്കര ടോക്കറ്റീവ് ആണ്. ഇന്റർവ്യൂ തുടങ്ങിയ സമയത്താണ് കുറച്ച് സംസാരം കൂടിയെന്ന് മാത്രം. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം പണ്ട് അൻവി ആയിരുന്നു ആദ്യത്തെ ഇന്റർവ്യൂല് ഇവന്റെ സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഇതേ പ്രായത്തില്. അന്ന് അലമ്പാക്കിയത് ഓനായിരുന്നു. ഇന്നത് ആള് മാറി എച്ചുവായി. പിന്നെ അടുത്തൊരു ഇന്റർവ്യൂ നമ്മള് ആ ഒരു സമയമാകുമ്പോ അടുത്തൊരു അലമ്പനെയും കൊണ്ട് അല്ലെ അലമ്പത്തിനെയും കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് അമ്മ നോക്കൂ, മക്കളെ കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അമ്മമാർക്ക് ഈ കൊച്ചുമക്കള് കൂടുതൽ വരുമ്പോ അതിലേറെ സന്തോഷമാണ്. അപ്പൊ ഈ സന്തോഷത്തെ എങ്ങനെയാ കാണണം അമ്മ? ഇനിയും കൊച്ചുമക്കൾ നിറഞ്ഞൊഴുകട്ടെ എന്ന് അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. അതന്നെയാണ് കേട്ടോ, ഞാൻ നിർത്തി. എല്ലാവർക്കും അതിന് സമമായിട്ട് മതി അല്ലേ? അതെ അതെ, സമാസമായിട്ട് മതി എന്നൊക്കെ. ശരിക്കും കമന്റ് ബോക്സ് നോക്കുമ്പോ ഒരു പെൺകുട്ടി ആയിരിക്കും, ഓൾറെഡി പ്രഡിക്ഷൻ കഴിഞ്ഞു അവിടെ. പെൺകുട്ടി ആയിരിക്കും, പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ്. നിങ്ങൾ ഓൾറെഡി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അയ്യോ അങ്ങനെയൊന്നുമില്ല. ആണായാലും പെണ്ണായാലും നമുക്ക് സന്തോഷം. നമ്മള് റിവീൽ ചെയ്തപ്പോ നമ്മളെക്കാട്ടും മുന്നേ എല്ലാരും അറിഞ്ഞു എന്നുള്ള മട്ടിലാണ് കമന്റ് മൊത്തം വന്നത്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് അങ്ങനെയാണ് കമന്റ് മൊത്തം വന്നത്. നമുക്ക് ആദ്യം മനസ്സിലായി, നമുക്ക് പണ്ടേ മനസ്സിലായിരുന്നു പറഞ്ഞിട്ട് കമന്റ് കുറെ വന്നു. പക്ഷെ അതെങ്ങനെയാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് സർപ്രൈസ് കുറച്ച് ആൾക്കാരെ സർപ്രൈസ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ആദ്യം അറിയാനും. എന്നാലും നമ്മളായിട്ട് പറയുമ്പോ അവർക്ക് കാത്തു നിന്നില്ല എല്ലാവരും. അവര് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത്, വിശേഷമായ സമയത്ത് ചേട്ടൻ മാങ്ങ ഉപ്പിലിട്ട ഐറ്റംസിനോട് ഒരു കൊതി ഉണ്ടാവും. സോ ആ വീഡിയോ ഉണ്ട്, നിങ്ങൾ കമന്റ് ബോക്സ് വായിച്ചായിരുന്നോ? ഇതുപോലത്തെ ഒരു ചേട്ടത്തിനും ചേട്ടനും ഞങ്ങൾക്ക് തരുമോന്നാണ് ചോദിച്ചത്. ശരി, പറഞ്ഞില്ല നമുക്കൊരു സ്വന്തമായിട്ട് പെങ്ങളില്ല. അതെല്ലാം ഞാൻ ഒരു പെങ്ങളുകൂട്ടി അയച്ച്. ഇത് നമ്മളെ ചാനലിലല്ല, ഇത് പുറത്തെ ചാനലിലേക്ക് കട്ട് ചെയ്ത് പോലും കളയാൻ കഴിയില്ല. നിങ്ങൾ തെറി കുറച്ച് മയത്തിൽ വിളിക്കണം, ഒരു തമാശക്ക് പറയുന്നതാണ്. പക്ഷേ കമന്റ് ബോക്സ്, കാരണം ഈ സമയത്ത് സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഒരു ചേട്ടൻ ചേട്ടത്തിയമ്മ എപ്പോഴും നമ്മൾക്ക് അങ്ങനെ ഭയങ്കര റെയർ ആയിട്ട് ആളുകൾക്ക് മാത്രമേ അത് ഒന്നോ രണ്ടോ ഇഷ്ടപ്പെട്ട എല്ലാം കിട്ടിയില്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു അത്? സർപ്രൈസ് ആയിട്ടാണോ? ഉപ്പിലിട്ടത് നല്ല ഉപ്പുണ്ടായിരുന്നു. പറഞ്ഞിട്ട് ചെയ്ത് തന്നെയാണ്, സർപ്രൈസ് ഒന്നുമല്ല. ശരിക്കും പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി. ഇപ്പൊ ഓൾറെഡി നമുക്ക് ഏടത്തിയമ്മ ഉണ്ട് ആൻഡ് 2 കുട്ടികളെ നോക്കിയതാണ്. അപ്പൊ ഓൾറെഡി ഒരു അമ്മയാവാൻ പ്രിപ്പറേഷൻ എങ്ങനെ രണ്ടുപേരും അച്ഛൻ അമ്മയാവാൻ വേണ്ടിട്ട്? അങ്ങനെ വെച്ചാല് അംഗൻവാടിയില് ശരിയാ, അമൃതം പൊടി അതൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രിപ്പറേഷൻ ആയിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. ഇല്ല, അതിന്റെ വഴിക്ക് അങ്ങനെ അങ്ങ് പോട്ടെ. പക്ഷെ ആൾക്ക് 2 പേർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. 2 എല്ലാവർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ആവുക പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്, ചെയ്യണം ആക്കണം എന്നുള്ള. കല്യാണം ആ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ഇതന്നെ, നമ്മള് കല്യാണത്തിന്റെ അന്നത്തെ ദിവസം ഒരു ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു അന്ന്. കല്യാണം കഴിക്കുന്നതുകൊണ്ടുള്ള ടെൻഷനല്ലേ, പിന്നെ കല്യാണം അതായത് ഒരു തലേ ദിവസം നാളെ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ഒരു, അതായത് നമ്മളെ കുറച്ച് ദൂരെയുള്ള ഒരു അമ്പലത്തിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞത്. കാരണം നാട്ടിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും വീട് അടുത്തടുത്താണ്. ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറം തന്നെ അവളെ വീട് കേട്ടോ, കുറച്ചപ്പുറമാണ്. ഒരേ നാട്ടുകാരായതുകൊണ്ട് ചെറിയൊരു ഒളിച്ചോട്ടം കൂടി ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു.
എല്ലാ ഫ്രണ്ട്സിനോടും പറയാനും കഴിയില്ല. കാരണം ഇത് അവളെ വീട്ടിലെ ന്യൂസ് എത്തുന്നതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയല്ലോ അതങ്ങ് സംഭവിച്ചു, കുഴപ്പമില്ലാണ്ടങ്ങ് നടന്നു. അപ്പം അതന്നെയാണ് പെട്ടെന്ന് തലേ ദിവസത്തെ ഒരു ദിവസം ഉണ്ട്, അത് നാളെ തലേന്ന് ശ്രീകൃഷ്ണജയന്തി എന്തല്ലേ? ശ്രീകൃഷ്ണജയന്തി. തലേന്ന് ശ്രീകൃഷ്ണജയന്തിക്ക് ഒരു പരിപാടി നമ്മളിവിടെ ശ്രീകൃഷ്ണജയന്തിൻ്റെ ഇപ്പൊ തന്നെ ഓർമ്മിച്ചത്. ഇപ്പോഴും ആള് മറന്നിട്ടില്ല. നല്ല കല്യാണത്തിന് ഓണം അറിയാലോ. അല്ല, കല്യാണത്തിന്റെ അന്ന് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോ SLC ബുക്ക് എടുക്കാൻ വേണ്ടി ബൈക്ക് എടുത്ത് വന്നിട്ട് വീണ് തിരങ്ങി. അത് ഞാൻ പക്ഷെ ഈ വീട്ടില് ചേട്ടന്മാരുടെ ഈ ലവിന് പൊതുവെ അനിയന്മാരെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ഭയങ്കര സപ്പോർട്ട് അല്ലേ അമ്മ? അതൊരു ഒന്നിച്ച് പിടിച്ച് തന്നെ സപ്പോർട്ട്. ഓ, അത് ഭയങ്കര ഭാഗ്യ. അതെ, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ പാര വെച്ച് തന്നെ വേണം. പണ്ട് ഇവരിങ്ങനെയായിരുന്നോ? ഭയങ്കര പരസ്പരം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന, വഴക്കൊന്നും കൂടാതെ എല്ലാ ദിവസവും നമ്മൾ കെട്ടിപ്പിടിക്കലും ചെയ്യും. ഭയങ്കര സ്നേഹം നമ്മൾ ചിലതായിട്ട് ജീവിച്ചിരിക്കുന്നു. ആയ കാലത്തല്ലേ തച്ച് പേരക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരെയും പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളും. അമ്മ ഇപ്പഴാ സത്യങ്ങൾ പറഞ്ഞത്. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, ഇതിനോട് എനിക്ക് പറയാൻ. അല്ല, അതല്ല എല്ലാരെ പേട്ടനിയന്മാരുടെ വീട്ടിലെ അടി അടക്കാണ്ട് ഏത് പിള്ളേരെ വളർന്നിട്ടുള്ള അങ്ങനത്തെ ഒരു കുട്ടികളും ഉണ്ടാവില്ല. സത്യം, അത് ശരിയാ. ഇപ്പം വലിയ രീതിയിൽ അടി ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഇനി ആക്കരുത്. എങ്കിലും ചേട്ടന്റെ ഒരു വലിയ ലൈഫിലെ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നല്ലോ വിവാഹം എന്ന് പറയണം, ഒളിച്ചോട്ട കല്യാണം. സോ അനിയന്ന രീതിയിൽ നമുക്കിത് സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം, ആ ഒരു തീരുമാനം എടുത്ത് എങ്ങനെയായിരുന്നു? അത് എല്ലാ കാര്യത്തിനും അങ്ങനെയാണ്, സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. എൻ്റെ കാര്യത്തിന് ഏട്ടനായാലും ഏട്ടനായാലും ഞാനായാലും അങ്ങോട്ടും കൊണ്ട് സപ്പോർട്ട് തന്നെ. വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവൻ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യുക, അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ഉപദേശിച്ച് മാറ്റാനൊന്നും നടക്കുമെന്നില്ലല്ലോ. പിന്നെ എനിക്ക് പണ്ട് പോലെ അറിയാവുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് പണ്ട് പോലെ അറിയുന്നതാണ്, നമ്മുടെ നാട്ടുകാരിയാണ്. കൂട്ടി പറയണമൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും കമന്റ് ബോക്സ് ആണ് ഇവർ രണ്ടുപേരും ചേച്ചി എന്നെത്തി പോലെ ഫീൽ ചെയ്യുന്ന പറഞ്ഞു. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് സെയിം നേരിട്ട് കാണുമ്പോ കറക്റ്റ് അങ്ങനെ ഫീൽ വീഡിയോയില് കാണുന്നവര് പറയും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ചേച്ചി എന്നെത്തി ആ ഫീൽ എനിക്ക് കിട്ടണം. ആൻഡ് പേര് ഒരുപോലത്തെ പേര്, അത് ഒരു വീട്ടില് സെയിം പേര് വരുമ്പോ കൺഫ്യൂഷൻസ് വരും. ഈ വിളിക്കുമ്പോ ഒരാളെ വിളിക്കുമ്പോ അടുത്ത ആള് തിരിഞ്ഞു നോക്കും. തുടക്ക സമയത്ത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നിങ്ങൾക്ക് ഒരു പേരൊക്കെ ഉണ്ടാവും. ഏട്ടൻ വിളിക്കുമ്പോ ഇത് ആര് റിപ്ലൈ ചെയ്യണം എന്നുള്ള ഡൗട്ടാണ് അടുക്കളയിൽ ഇങ്ങനെ നോക്കിയിട്ട്. രണ്ടാളും നോക്കട്ടെ, ഞാനതാ വിളിക്കുന്നുണ്ടെങ്കിൽ ചായ തരുമോ അങ്ങനെയൊന്നും ചോദിക്കാൻ. അത് ആരിപ്പം വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. അതുകൊണ്ട് ഞാൻ ആരാധം ആദ്യം വിളി കേൾക്കുന്നത് ചായ. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ പേര് മാറിയിട്ട് പോയത്? അങ്ങനെ വലിയൊന്നുമില്ല. ഇല്ല, രണ്ടാളും പേര് രേഷ്മന്നേ ഉള്ളൂ. പക്ഷെ വീട്ടിൽ നിന്നെല്ലാം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ആ ഒരു വലിയ ഇഷ്യൂ വന്നിട്ടില്ല ഇതുവരെ. കുറെ ആൾക്കാർ ആദ്യത്തെ തുടക്കത്തിൽ ഇങ്ങനെ കമന്റിൽ അതിങ്ങനെ ചോദിക്കല്ലോ, നിങ്ങൾ ഇങ്ങനെ ഇതേ സെയിം പേരെല്ലാം കണ്ടുപിടിച്ച് അങ്ങനെ രേഷ്മ അങ്ങനെ സംഭവിച്ചു. അതാണ് ഇതിവിടെ പ്രേമിച്ച സമയത്ത് തോന്നിയിട്ടുണ്ട് ഈ പേര് നമ്മളും ഞെട്ടിപ്പോയി. രേഷ്മ പേര് പറഞ്ഞപ്പോ സായിജി എങ്ങനെ കറക്റ്റ് പേരൊക്കെ കണ്ടുപിടിച്ചോണ്ടൊക്കെ അല്ല, അങ്ങനെ വരാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോവേ. അതെ, നിങ്ങൾക്കുള്ള ഓൾറെഡി സെഗ്മെന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി കൂടുതലായിരിക്കും. ശരിക്കും ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് ഫ്രെയിംസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ കണ്ട സമയത്ത് ഐ ഫീൽ ലൈക്ക് നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കിയാലും നിങ്ങളുടെ ബ്ലോഗ്സ് നോക്കിയാലും നിങ്ങൾക്ക് ഒരു ഒത്തൊരുമയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങൾ എന്താണ് റിയൽ ആയിട്ടാണ് കാണിക്കണേ. സോ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത്? അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? എപ്പോഴും ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി മൊമെന്റ്സ് മാത്രം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യൂട്യൂബിൽ കാണുന്ന ഇപ്പം എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിൽ നമ്മളിപ്പം ഓക്കെ നമ്മളെ ഒരു ഹാപ്പി കാണുന്നവർക്കും നമ്മളെ ഒരു ഫാമിലി ആ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെ. പക്ഷേ യൂട്യൂബ് നമുക്കുണ്ട് സങ്കടങ്ങൾ, കാര്യങ്ങൾ, വിഷമങ്ങളെല്ലാം. അത് എല്ലാവരും പോലെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. അതില്ലാത്ത ആളൊന്നും ഈ ലോകത്തേ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നമ്മൾ വീഡിയോയിൽ ഇടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കരയുന്ന കാര്യം കൊണ്ട് ഇട്ട് ഞങ്ങളാരും കാണൂല. പിന്നെ നമ്മളെ ഹാപ്പി മൊമെന്റ് കാണാനാണ് നമ്മളെ ഓഡിയൻസിന് അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിലുള്ള യൂട്യൂബ് ഫാമിലിയുള്ളവർക്ക് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സന്തോഷങ്ങളാണ് കൂടുതൽ പങ്കുവെക്കൽ. അപ്പോൾ അത് കാണുന്നവർ അത് മാത്രമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതൊരു തെറ്റായ ധാരണയാണ്. പക്ഷെ വേറെ കലഹങ്ങളൊന്നുമില്ല, അത് ദൈവം സഹായിച്ചിട്ട് നിലവിൽ. അപ്പോൾ ബാക്കിയെല്ലാം എല്ലാ ഫാമിലിയിലുള്ള പോലെ തന്നെ ഉള്ളൂ. പക്ഷെ വീഡിയോ ഒരു 10 മിനിറ്റ് വീഡിയോൻ്റെ അകത്ത് അത് മാത്രം അല്ല എന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. പൊതുവെ നമ്മളിപ്പം ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി, ഇപ്പൊ ഒരുപാട് യൂട്യൂബ് ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു സമയം കഴിഞ്ഞ് ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നത് ഈ അനിയൻ ചേട്ടൻ ഇഷ്യൂസ് വരും, അതിൽ നിന്ന് ഈ എമൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പല രീതിയിലുള്ള കമന്റ്സ് നമ്മൾ കാണാറുണ്ട്. സോ അത്തരത്തിലുള്ള പല മെസ്സേജുകളും കമന്റ്സുകളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. സോ അങ്ങനെയുള്ളത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടോ?
അല്ല ആ കമൻറ്റിന് റിപ്ലൈ ഞാൻ കൊടുക്കാറില്ല. അങ്ങനെ ഓൾറെഡി കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനുള്ള ടൈം കിട്ടും. കാരണം നമ്മൾ ജോലിയും കാര്യങ്ങളെല്ലാം ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യൽ അപ്ലോഡ് ചെയ്യൽ. അപ്പോൾ ചോദിക്കും വന്നപ്പോൾ നിങ്ങൾക്ക് കമൻറ്റും കൂടി ചെയ്യാൻ സമയം കിട്ടില്ലേ. അത് തന്നെ ഒരു ഓട്ടപ്പാച്ചൽ. നമ്മളെ കണ്ണൂർ ഭാഷ ആയിട്ട് അത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. ഞാനും കണ്ണൂരല്ലേ. അതെയാ, ഇവരല്ലല്ലോ ഇവരുടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനും കൂടിയുള്ള ടൈം ആവുന്നത് പോലെ ചെയ്യലുണ്ട്, എന്നാലും പറ്റാറില്ല കൂടുതലായിട്ട്. അപ്പോൾ എന്തെങ്കിലും ചോദ്യം മറന്നു പോയി. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നിങ്ങളൊരു അതെ, നമ്മളുമായി റിലേറ്റ് ചെയ്യുന്നതിന് തന്നെ കമൻറ്റ് ചെയ്യാൻ അധികം സമയം കിട്ടത്തില്ല. പിന്നെ വേറൊരു ചാനലിലോ വേറെ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കുന്നതിൻ്റെ അകത്ത് അത് പറയേണ്ട ആവശ്യമേ വരുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ കണ്ടില്ല എന്ന് അടിക്കുമെന്നല്ലാണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ചോദിച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, അത് ഏത് സമയത്താണെന്ന് മനസ്സിലായി. പക്ഷെ അത് അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യാനത് ഇതുവരെയായിട്ട് അതിന് റിപ്ലൈ കൊടുത്തില്ല. കാരണം അത് നമ്മളെ ബാധിക്കാത്തൊരു കാര്യമായതുകൊണ്ട് പിന്നെ നമ്മളതിൽ കമൻറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല.